ഹലോ ഓൾ, ജോസ കൗൺസിലിങ്ങിന്റെ 6 റൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സീറ്റുകളിലേക്കുള്ള സ്പെഷ്യൽ അഡ്മിഷൻ റൗണ്ടിനെയാണ് നമ്മൾ CSAB എന്ന് വിളിക്കുക. സെൻട്രൽ സീറ്റ് അലൊക്കേഷൻ ബോർഡാണ് CSABയുടെ ഫുൾ ഫോം. എല്ലാ വർഷവും ഇത് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. അതിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആക്ച്വലി നമ്മുടെ ഈ CSABയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വർഷത്തെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇൻഫർമേഷൻ ബ്രോഷർ പുറത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിലെ ഡീറ്റെയിൽസ്, നമ്മൾ ഇതിനു വേണ്ടി എങ്ങനെ റെഡി ആവണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 6 റൗണ്ട് ജോസ കൗൺസിലിംഗ് കഴിയുന്നതോടുകൂടി IITസിലേക്കുള്ള അഡ്മിഷൻസ് ക്ലോസ് ചെയ്യും. പിന്നെ ബാക്കി വരുന്ന NITs, IIEST, IIITs, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലുള്ള ബാക്കി വരുന്ന സീറ്റുകളിലേക്കാണ് CSAB വഴി അഡ്മിഷൻ നടക്കുക. കഴിഞ്ഞ തവണയൊക്കെ 2 റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇത്തവണ 3 റൗണ്ട് ഓഫ് അലോട്ട്മെന്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മോക്ക് റൗണ്ട്, കഴിഞ്ഞ വർഷം ഇല്ലാത്ത ഒരു മാറ്റമാണ്, ഒരു മോക്ക് റൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ദാസ സ്കീം, അതിൻ്റെ അണ്ടറിൽ വരുന്ന CIWG ആൻഡ് ഈ പറയുന്ന CSAB, ഈ 3നും കൂടെ ഒരു സിംഗിൾ രജിസ്ട്രേഷൻ ആണ് ഈ തവണ ഒരുക്കിയിട്ടുള്ളത്. അതിൽ നമുക്ക് ഇന്ത്യയിൽ +1+2 പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ദാസയെക്കുറിച്ചും CIWGനെ കുറിച്ചൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ CSABക്ക് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ജോസയിൽ ഓൾറെഡി ഒരു സീറ്റ് കിട്ടിയ ആളുകൾ വീണ്ടും ചെയ്യണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ അവൈലബിൾ ആകും എന്നുണ്ടെങ്കിൽ മാത്രമേ CSABയിലേക്ക് വരേണ്ടതുള്ളൂ. അല്ലാതെ ഒരു ലോവർ ഓപ്ഷന് വേണ്ടി നമ്മൾ വീണ്ടും കൗൺസിലിംഗ് പ്രോസസ്സിന്റെ പാർട്ട് ആവണം എന്നില്ല. ഇനി ഇൻ കേസ് ഒരു കുട്ടി അറിയാതെ ജോസയിൽ ഓൾറെഡി ഒരു മോശമില്ലാത്ത സീറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് പോയിട്ട് CSABയിൽ അപ്ലൈ ചെയ്തു, ഒരു സീറ്റ് കിട്ടി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ജോസയിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലുണ്ടായിരിക്കാം. വെറുതെ ഒരു ആവേശത്തിന് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, CSABയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത് ദാസയുടെ കൂടെ തന്നെ നമ്മുടെ NIT റൂർക്കലയാണ് ഈ തവണ CSABയുടെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം, CSABയിലേക്ക് ഒരു ഫ്രഷ് രജിസ്ട്രേഷൻ ഈസ് മാൻഡേറ്ററി എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ജോസയിൽ രജിസ്റ്റർ ചെയ്താലും ചെയ്തില്ലെങ്കിലും, അവിടെ സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, CSAB വഴി നിങ്ങൾ CSABയിൽ നമ്മുടെ ജോസയുടെ 6 റൗണ്ട്സ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സീറ്റുകളുടെ ലിസ്റ്റ് ജൂലൈ 30 പ്രസിദ്ധീകരിക്കും. ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നല്ലൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യണം, ഫ്രഷ് ആയിട്ട് CSABക്ക് വേണ്ടി വേറെയും രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ ജോസയിൽ രജിസ്റ്റർ ചെയ്തു എന്ന പേര് കൊണ്ട് എന്ത് ചെയ്യില്ല, നമുക്ക് CSABയിൽ പങ്കെടുക്കാൻ കഴിയില്ല. വേറെ തന്നെ രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്യണം. ആദ്യം ചെയ്യാത്തവരും ചെയ്തവരൊക്കെ എന്ത് ചെയ്യണം, താല്പര്യമുണ്ടെങ്കിൽ ചെയ്യണം. ഈ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. സോ ആരൊക്കെയാണ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ CSAB സ്പെഷ്യൽ റൗണ്ട് 2025 എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓൾ കാൻഡിഡേറ്റ്സ് ഹു വെയർ എലിജിബിൾ ഇൻ ജോസ ഫോർ NIT പ്ലസ് സിസ്റ്റം ആസ് പെർ JEE Main 2025 റാങ്ക് ആൻഡ് ആസ് പെർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർ എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ CSAB. ജോസയിലെ NIT പ്ലസ് സിസ്റ്റത്തിലേക്ക് ആരൊക്കെ എലിജിബിൾ ആയിരുന്നോ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, CSABയിലും ചെയ്യാൻ പറ്റും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ഹു ഡിഡ് നോട്ട് രജിസ്റ്റർ ഇൻ ജോസ റൗണ്ട് ബട്ട് ആർ എലിജിബിൾ ആസ് പെർ ദ ക്രൈറ്റീരിയ, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ബട്ട് ഹാവ് നോട്ട് ബീൻ അലോട്ടഡ് എനി സീറ്റ്, അതാണ് രണ്ടാമത്തെ ടൈപ്പ് വരാൻ സാധ്യതയുള്ളത്. മൂന്നാമത്തെ ടൈപ്പ്, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ആൻഡ് ഹാവ് ബീൻ അലോക്കേറ്റഡ് സീറ്റ്സ് ബട്ട് ക്യാൻസൽഡ് ഡ്യൂ ടു നോൺ പേയ്മെന്റ് ഓഫ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ. അവിടെ ഫീസ് അടക്കാതെ സീറ്റ് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീണ്ടും CSABയിൽ ട്രൈ ചെയ്യാം. അതുപോലെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് എക്സസൈസ്ഡ് എക്സിറ്റ് ഓപ്ഷൻ, ജോസയിൽ എക്സിറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത ആളുകൾക്കും CSABയിൽ ഒരു വേക്കൻസി കണ്ടുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ candidates who have participated in JOSA and have been allotted seats in any IIT and later, IITയിൽ സീറ്റ് കിട്ടിയ ആളുകൾക്കടക്കം CSABയിൽ എന്ത് ചെയ്യാം, പങ്കെടുക്കാം. പക്ഷേ പ്രത്യേകം നോട്ട് ചെയ്യുക, their seats have been cancelled. അവരുടെ സീറ്റുകൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൊണ്ട് IITയിലൊക്കെ സീറ്റ് കിട്ടി, പക്ഷേ സീറ്റ് ക്യാൻസൽ ആയി പോയി. അല്ലെങ്കിൽ നിങ്ങൾ വിത്ഡ്രോ ചെയ്ത ആളുകളാവാം ഫ്രം their allotted seats or they have been taken admission therein. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CSABയിൽ വേണമെന്നുണ്ടെങ്കിൽ പങ്കെടുക്കാം. പക്ഷേ ജോസയിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാണ്. അതാണ് 6ാമത്തെ ടൈപ്പ് നോക്കുക, who have participated in JOSA 2025 and have been allotted a seat in NIT plus system and have already secured admission at the allotted institute by paying the fees. ഓൾറെഡി ഫീസ് അടച്ച ആളുകൾക്കും ഇത് എന്ത് ചെയ്യാം, വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ പങ്കെടുക്കാം. കാരണം ആ ഫീസ് ഇതിലേക്ക് എന്ത് ചെയ്തോളും, മാറ്റി വെച്ചോളും, കുഴപ്പമൊന്നുമില്ല. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ആൻഡ് ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ഇൻ NIT പ്ലസ് സിസ്റ്റം ആൻഡ് ലേറ്റർ ദേ ഹാവ് വാലിഡ്ലി വിത്ഡ്രോൺ ഫ്രം ദി അലോട്ടഡ് സീറ്റ്. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. സീറ്റ് കിട്ടി പക്ഷേ വിത്ഡ്രോ ചെയ്ത ആളുകൾ ഉണ്ടാവാം. അതുപോലെ ജോസയിൽ എന്ത് ചെയ്തു, NIT പ്ലസ് സിസ്റ്റത്തിൽ സീറ്റ് കിട്ടി, ബട്ട് ലേറ്റർ
their seats have been cancelled after document verification and have not been allotted any seat in the subsequent JOSA round. അത്തരം ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാം. Candidates who have participated in JOSA and have been allotted seat in NIT Plus system and have paid the fees and successfully completed document verification, but their seat have been cancelled due to non-payment of പാർഷ്യൽ അഡ്മിഷൻ ഫീ. നമ്മൾ പാർഷ്യൽ അഡ്മിഷൻ ഫീ അടക്കണം, സീറ്റുകളെല്ലാം ഡോക്യുമെന്റ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം. അത് മിസ്സായി പോയ ആളുകൾക്കും CSAB എന്ത് ചെയ്യാവുന്നതാണ്, പങ്കെടുക്കാവുന്നതാണ്. സോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ആളുകളെക്കുറിച്ചും ജോസയിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് CSABയിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. CSABയുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കാറ്റഗറി റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിന് 1-2 ദിവസം അവൈലബിൾ ആണ്. കാരണം നമ്മൾ ജോസയിൽ നമ്മുടെ ഡോക്യുമെന്റ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് നമ്മുടെ റിസർവേഷൻ നഷ്ടപ്പെട്ടു. OBC NCL അല്ലെങ്കിൽ ജനറൽ AWS നഷ്ടപ്പെട്ടു. അത് കാരണം നമ്മൾ ജനറൽ കാറ്റഗറിയിലേക്ക് മാറുകയും നമ്മൾ വിചാരിച്ച സീറ്റ് ഒന്നും കിട്ടിയില്ല. അത്തരം ആളുകൾക്ക് കാറ്റഗറി റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ അവൈലബിൾ ആണ്. എന്നിട്ട് നിങ്ങൾക്ക് CSABയിൽ എന്ത് ചെയ്യാം, പങ്കെടുക്കാം. പക്ഷേ നോട്ട് ചെയ്യുക, IITകളിലേക്കുള്ള അഡ്മിഷൻസ് ജോസയോട് കൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. CSABയുടെ സീറ്റ് അലൊക്കേഷൻ പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫ്രഷ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. പേയ്മെന്റ് ഓഫ് സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെന്റ് ഫീ നമ്മൾ അടക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു എൻറോൾമെന്റ് പ്രോസസ്സിന് നമ്മൾ 5,000 rupees പേ ചെയ്യണം. ഓൺലൈൻ ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ് ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ജോസയിലെ പോലെ തന്നെ. അതിനുശേഷം റൗണ്ട് 1 വരും. റൗണ്ട് 1 സീറ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യണം, നമ്മുടെ വില്ലിംഗ്നെസ് അറിയിക്കണം, കണ്ടിന്യൂ ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ ഏതാ വേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ ദാസയിലാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. അണ്ടർസ്റ്റുഡ്. ഇനി ഒരു സ്റ്റുഡൻറ്റ് ലെറ്റ്സ് നിങ്ങൾ ആലോചിക്കാം, ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഗൾഫിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ ആദ്യമേ അപ്ലോഡ് ചെയ്ത് ഫുൾ CIWGക്ക് വേണ്ടി റെഡിയാണ്. പക്ഷേ റൗണ്ട് 1-ലോ 2-ലോ ആ കുട്ടിക്ക് സീറ്റ് കിട്ടിയത് CSAB വഴിയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അണ്ടർസ്റ്റുഡ്. ഈ ഡോക്യുമെന്റ് അപ്ലോഡിംഗ് എന്ന് പറയുന്നത് ദാസക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു കുട്ടി CSAB വഴി സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതല്ല, CSAB മാത്രം ഓപ്റ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ജോസയിൽ നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്പുകൾ തന്നെ സീക്വൻഷ്യലി ഫോളോ ചെയ്താൽ മതി. അതുപോലെ അക്സെപ്റ്റൻസ് ഫീ ഉണ്ട്. പിന്നെ റെസ്പോണ്ട് ടു ക്വരീസ്, ഡോക്യുമെന്റിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതേ സംഭവം തന്നെ റൗണ്ട് 2-ൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റത്തെ സ്പെഷ്യൽ റൗണ്ട് 3 ആണ് പിന്നീട് വരുന്നത്. അത് കഴിഞ്ഞാൽ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് അറ്റ് ദി അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പിന്നെ ബാക്കി ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്പെഷ്യൽ റൗണ്ടുകളെല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, സ്പോട്ട് അലോട്ട്മെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. 3 റൗണ്ട് ഓഫ് അലോട്ട്മെന്റ് സ്പെഷ്യൽ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ അലോട്ട്മെന്റുകളൊന്നും ഉണ്ടായിരിക്കില്ല. CSAB അലോട്ട്മെന്റിൽ നമ്മൾ അടക്കേണ്ട ഫീസ് 40,000 rupees ആണ് ഫോർ ജനറൽ EWS OBC NCL കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക്. 19,000 rupees ആണ് SC ST PWD കാൻഡിഡേറ്റുകൾക്ക് ഉള്ളത്. ഇതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ ഫീ ആൻഡ് എ നോൺ റീഫണ്ടബിൾ സ്പെഷ്യൽ റൗണ്ട് പ്രോസസിംഗ് ഫീ 5,000 rupees വരുന്നുണ്ട്. അപ്പോൾ ഈ ഫീസിൽ 5,000 രൂപ നോൺ റീഫണ്ടബിൾ ആണ്. അത് CSABയുടെ ഈ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി അവരത് എടുക്കും. ബാക്കി വരുന്ന എമൗണ്ട് ഇപ്പോൾ 35,000 എന്ത് ചെയ്യും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള അഡ്മിഷനിൽ നമ്മൾ അടക്കേണ്ട ഫീസ് ഉണ്ടല്ലോ, ആ ഫീസിലേക്ക് അത് മാറ്റിവെക്കും. സോ CSAB വഴി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡേറ്റുകൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ കാറ്റഗറി റീസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 24 മുതൽ ജൂലൈ 25 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. വൈകിട്ട് 5 മണി വരെ. നിങ്ങളുടെ കാറ്റഗറി ജോസയിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫെയിലായി, പക്ഷേ ഇവിടെ നമുക്കത് റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അതിലെന്തെങ്കിലും ആ കാറ്റഗറി റീസ്റ്റോറേഷനിൽ അഗെയിൻ എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ അത് 26-ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫിനിഷ് ചെയ്യണം. ആൻഡ് ജൂലൈ 30-നാണ് നമ്മുടെ ജോസ റൗണ്ടുകളെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള സീറ്റുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ജൂലൈ 30-നാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ CSABയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. SREF ഫീസ് അടച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം പുതിയതായിട്ട് ചെയ്യണം. രജിസ്ട്രേഷൻ ആവട്ടെ, ചോയ്സ് ഫില്ലിംഗ് ആവട്ടെ, ഇതെല്ലാം ഫ്രഷ് ആയിട്ട് ചെയ്യണം. അതിൽ ഓഗസ്റ്റ് 3-ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് സീറ്റ് അലൊക്കേഷൻ ഉണ്ട്. സോ ഈ പറയുന്ന രജിസ്ട്രേഷൻ, പേയ്മെന്റ്, അതുപോലെ ചോയ്സ് ഫില്ലിംഗ് ഒക്കെ ജൂലൈ 30-ന് തുടങ്ങും. ജൂലൈ 30-ന് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് 3-ന് ഒരു മോക്ക് സീറ്റ് അലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബൈ കാൻഡിഡേറ്റ്സ് ഡിസ്പ്ലേ ഓഫ് മോക്ക് സീറ്റ് ഉണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതി തന്നെ അത് അവൈലബിൾ ആണ്. രജിസ്ട്രേഷൻ പേയ്മെന്റ് ഓഫ് SRF എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 3-നാണ്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് ഇഷ്യൂസ് തീർക്കാനുള്ള ഒരു സമയമുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും അത് ഫൈനലൈസ് ചെയ്യേണ്ടത് ഓഗസ്റ്റ് 7-നാണ്. ഓഗസ്റ്റ് 7-ഓട് കൂടിയിട്ട് നമുക്ക് ചോയ്സ് ഫില്ലിംഗ് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് അതിനുശേഷം നമുക്ക് റൗണ്ട് 1 വന്നു തുടങ്ങും. ഓഗസ്റ്റ് 9-നാണ് ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റ് വരിക. ഈ അലോട്ട്മെന്റുകൾ നമ്മുടെ ദാസ അതുപോലെ തന്നെ CSAB കമ്പൈൻഡ് ആയിട്ടാണ് അലോട്ട്മെന്റുകൾ വരിക. അതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോന്നും വേറെ വേറെ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ദാസ വഴി അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ സീറ്റ് തട്ടിയെടുക്കാനൊന്നും പോകുന്നൊന്നുമില്ല. CSAB വഴി അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് എത്രയാണോ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഉള്ളത് അതിനനുസരിച്ചുള്ള സീറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ നമ്മൾ ജോസയിൽ കണ്ട പോലെ തന്നെ ഒന്നെങ്കിൽ ഫ്രീസ്, സ്ലൈഡ്, ഫ്ലോട്ട് ഓർ സറണ്ടർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകണം.
ചെയ്യണം. അതിനുശേഷം ഓഗസ്റ്റ് 13 നമുക്ക് എന്ത് ചെയ്യണം, പേയ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. റൗണ്ട് 2ന്റെ ഡേറ്റ് ഓഗസ്റ്റ് 14 ഇതേ സ്റ്റെപ്പുകൾ വീണ്ടും ആവർത്തിക്കും. ഡോക്യുമെന്റ് അപ്ലോഡിംഗ് തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകൾ വീണ്ടും എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞാൽ റൗണ്ട് 3 വരുന്നത് ഓഗസ്റ്റ് 19 ആൻഡ് ഓഗസ്റ്റ് 22 ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മുടെ പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. ആൻഡ് ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിന്റെ ഡേറ്റ് ആയിട്ട് ഓഗസ്റ്റ് 20 മുതൽ 23 വരെ കൊടുത്തിട്ടുണ്ട്. അത് ടെൻറ്റേറ്റീവ് ആണ്, അതിൽ മാറ്റങ്ങൾ വന്നേക്കാം. സോ ഇത്രയുമാണ് നമ്മുടെ CSAB വഴി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വളരെ സ്ട്രീറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്താണോ നമ്മൾ ജോസയിൽ ചെയ്തത് അതേ സംഭവം തന്നെ വീണ്ടും ചെയ്യാനേ ഉള്ളൂ. അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആ വേക്കൻറ്റ് ലിസ്റ്റ് വരുന്ന ജൂലൈ 30 ബാക്കിയുള്ള സീറ്റിന്റെ ലിസ്റ്റ് വരുന്ന സമയത്ത് ഓൾറെഡി സീറ്റ് കിട്ടിയ ആളുകൾ, നിങ്ങൾക്ക് ബെറ്റർ സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, CSABയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി അതല്ല സീറ്റ് കിട്ടാത്ത ആളുകൾ, അതുപോലെ നേരത്തെ ഒരുപാട് കാറ്റഗറി നമ്മൾ കണ്ടു, പല കാരണങ്ങൾ കൊണ്ട് ജോസ കൗൺസിലിംഗിൽ നിന്ന് പുറത്തായ ആളുകൾ ഉണ്ടാവാം, ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ ഫെയിൽ ആയവരുണ്ടാവാം, റിസർവേഷൻ നഷ്ടപ്പെട്ടവരുണ്ടാവാം. അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ബാക്കി വരുന്ന NIT+ സിസ്റ്റത്തിലെ സീറ്റുകളിലേക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിന് കൂടെ തന്നെ ദാസ ആൻഡ് CIWGന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കൂടെ കാണുക. ആൻഡ് CSABയുടെ ഈ ഒരു വീഡിയോ നമ്മുടെ JEE എഴുതിയ സ്റ്റുഡൻസിനും അതുപോലെ അവരുടെ പാരൻസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ ചോദിക്കാം.